ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ് എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ്, ഇറ്റ് മേ ബി ആൾസോ നോൺ ആസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാനിംഗ്, ഡീമെറിറ്റ്സ് ഓഫ് പ്ലാനിംഗ്, ഡ്രോബാക്സ് ഓഫ് പ്ലാനിംഗ്, ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് പ്ലാനിംഗ്, പ്ലാനിങ്ങിന് എതിരായിട്ടുള്ള വാദഗതികൾ എന്നീ പല പേരുകളിലും ഈ ഹെഡിങ് അതായത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ് എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ് എന്നതിലെ ഫസ്റ്റ് പോയിൻറ്റ്, പ്ലാനിംഗ് ലീഡ്സ് ടു റിജിഡിറ്റി. പ്ലാനിംഗ് ലീഡ്സ് ടു റിജിഡിറ്റി. ആസൂത്രണം എന്നുള്ളത് ഒരു കാർക്കശ്യ സ്വഭാവത്തിലേക്ക് നയിക്കുന്നു, ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നു. മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ഹാവ് ടു സ്ട്രിക്റ്റ്ലി ഫോളോ ദ പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻസ് ആൻഡ് ദെയർഫോർ ദെയർ ഈസ് നോ ഫ്രീഡം. അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിന് അതിൻ്റേതായ മുൻകൂട്ടി നിശ്ചയിച്ച പ്ലാനുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിലെ ഏതൊരു വ്യക്തിയും, മാനേജറാവട്ടെ സബോർഡിനേറ്റ് ആവട്ടെ, അവർക്ക് ആ മുൻകൂട്ടി നിശ്ചയിച്ച പ്ലാൻ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ദെയർഫോർ ദെയർ ഈസ് നോ ഫ്രീഡം. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു ഫ്ലെക്സിബിളായ ഇനീഷ്യേറ്റീവ്, സ്വമേധയാ തീരുമാനമെടുക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കുകയില്ല. Hence or therefore it may lead to loss of initiative on the part of managers and subordinates. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ മാനേജർമാരുടെ ഭാഗത്തുനിന്നാവട്ടെ സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്തുനിന്നാവട്ടെ ഇനീഷ്യേറ്റീവ്നെസ്, എന്തൊരു കാര്യത്തിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുക, അവരുടേതായ ഐഡിയകൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എന്നുള്ള അവസ്ഥ അവിടെ ഇല്ലാതാവുന്നു എന്നർത്ഥം. പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസിലെ രണ്ടാമത്തെ പോയിൻറ്റ്, പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. പ്ലാനിംഗ് മേ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. അതായത് ചലനാത്മകമായ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ പ്ലാനിംഗ് എല്ലായ്പ്പോഴും ഫലപ്രദമായിക്കൊള്ളുന്നില്ല. ദ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക്. ബിസിനസ്സിൻ്റെ പരിതസ്ഥിതികളെല്ലാം ഡൈനാമിക്കാണ്. അത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ആസ് ദ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ കണ്ടീഷൻസ് മേ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. അതായത് സോഷ്യൽ എൻവയോൺമെൻ്റ് ആവട്ടെ, എക്കണോമിക് എൻവയോൺമെൻ്റ് ആവട്ടെ, പൊളിറ്റിക്കലാവട്ടെ, ടെക്നോളജിക്കലാവട്ടെ, ലീഗലാവട്ടെ, എല്ലാ പരിതസ്ഥിതികളും മാറിക്കൊണ്ടേയിരിക്കുകയാണ് ടൈം ടു ടൈം. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് കനോട്ട് ആക്യുറേറ്റ്ലി ഫോർസീ ഓൾ ഓഫ് ദീസ് ചേഞ്ചസ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് അധികാരികൾക്ക് ഇത്തരം മാറ്റങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് കൃത്യമായിട്ട് മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല. സോ ഇറ്റ് മേ ബി ആക്ട് ആസ് ആൻ ഓബ്സ്റ്റക്കിൾസ് ടു എഫക്റ്റീവ് പ്ലാനിങ്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ, ഈ ഡൈനാമിക് എന്നുള്ള ഈ അവസ്ഥ നല്ലൊരു എഫക്റ്റീവായ പ്ലാനിങ്ങിന് തടസ്സമാണ് എന്നർത്ഥം. പ്ലാനിങ്ങിൻ്റെ മൂന്നാമത്തെ ലിമിറ്റേഷൻ, ഡ്രോബാക്ക്. പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. അതായത് ആസൂത്രണം എന്നുള്ളത് സർഗാത്മകതയെ, ക്രിയേറ്റിവിറ്റിയെ കുറയ്ക്കുന്നു. ഓവറാൾ ഓർഗനൈസേഷണൽ പ്ലാനിങ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഈസ് പെർഫോംഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള ഓർഗനൈസേഷണൽ പ്ലാനിങ് നിർവഹിക്കപ്പെടുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ്. അവരാണ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത്, നിശ്ചയിക്കുന്നത്. ദ റെസ്റ്റ് ഓഫ് എംപ്ലോയീസ് അറ്റ് ദി അതർ ലെവൽസ് ജസ്റ്റ് ഇംപ്ലിമെൻറ്റ് ദീസ് പ്ലാൻ ആൻഡ് ക്യാരി ഔട്ട് ഓർഡേഴ്സ്. അതായത് ബാക്കിയുള്ള ആ സ്ഥാപനത്തിലെ മറ്റ് ലെവലിലെ എംപ്ലോയീസിൻ്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് ലെവലിൻ്റെ പ്ലാനുകളും ഓർഡറുകളും അതപ്പടി അതേപോലെ നടപ്പിലാക്കുക, അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ്. ദസ് പ്ലാനിംഗ് റെഡ്യൂസ് ഇനീഷ്യേറ്റീവ് ഓർ ക്രിയേറ്റിവിറ്റി ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയീസ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലോ ലെവലുള്ള എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നും ക്രിയേറ്റിവിറ്റിയും ഇനീഷ്യേറ്റീവും ഒന്നും സ്വമേധയാ ഉണ്ടായിത്തീരുകയില്ല. അവരുടേതായ ഐഡിയകളും ഒന്നും സ്വമേധയാ അവർ പുറത്തെടുക്കുകയില്ല. കാരണം എന്താണ്, അവിടെ ഡ്യൂട്ടി എന്നുള്ളതാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നിശ്ചയിച്ച പ്ലാനുകളും ഓർഡറുകളും അതപ്പടി നിറവേറ്റുക എന്നുള്ളതാണ്. ഫോർത്ത് ലിമിറ്റേഷൻ ഓഫ് പ്ലാനിങ്, പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. പ്ലാനിങ്ങിൽ വലിയ കോസ്റ്റുകൾ ഉൾപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പ്ലാനിങ് ഈസ് എക്സ്പെൻസീവ്. പ്ലാനിങ് എന്നുള്ളത് ചിലവേറിയതാണ്. പ്ലാനിങ് ഈസ് എക്സ്പെൻസീവ്. പ്ലാനിങ് എന്നുള്ളത് ചിലവേറിയതാണ്. ബിക്കോസ് കാരണം ഇറ്റ് റിക്വയേഴ്സ്, ഇതിനാവശ്യമാണ് ഹ്യൂജ് കോസ്റ്റ്, വലിയ ചിലവുകൾ ആവശ്യമാണ്. ഇൻ കണക്ഷൻ വിത്ത് ഈ പറയുന്ന കാര്യങ്ങൾ, താഴെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന് ധാരാളം ചിലവുകളുണ്ട് എന്നർത്ഥം. എന്തൊക്കെയാണ്? ഫോർകാസ്റ്റിംഗ്, collection of information, evaluation and analysis of alternatives, analysis and evaluation of alternatives, ബദലൊക്കെ എന്ത് ചെയ്യുക, അനാലിസിസ് ചെയ്യുക. ബോർഡ് മീറ്റിംഗ്, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ബോർഡ് മീറ്റിംഗ് വിളിക്കണം. ഡിസ്കഷൻ വിത്ത് പ്രൊഫഷണൽ എക്സ്പേർട്സുമായി അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടത്തണം, അഭിപ്രായം തേടണം. ആൻഡ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസ്,
അതുപോലെ മുൻകൂട്ടിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കൂടെ നടത്തണം അത് നടപ്പിലാക്കുന്നതിന് മുമ്പ്. ടു ഫൈൻഡ് ഔട്ട് ദ വിയബിലിറ്റി ഓഫ് ദി പ്ലാൻ, ആ പ്ലാനിൻ്റെ പ്രായോഗികതയും അതിൻ്റെ അനന്തരഫലങ്ങളൊക്കെ മുൻകൂട്ടി പ്രവചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസ് നടത്തണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ വലിയൊരു കോസ്റ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ പ്ലാനിങ് ഈസ് എക്സ്പെൻസീവ്. 5. പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ആസൂത്രണം എന്നുള്ളത് വളരെ സമയച്ചിലവുള്ള പ്രക്രിയയാണ്, സമയമെടുക്കുന്ന പ്രക്രിയയാണ്. എ ലോട്ട് ഓഫ് ടൈം ഈസ് നീഡഡ് ഫോർ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ ബദലുകളൊക്കെ കളക്ട് ചെയ്യുന്നതിനും അനാലിസിസ് നടത്തുന്നതിനും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിനും ധാരാളം സമയം ആവശ്യമുണ്ട്. അവിടെ സാമ്പത്തികമാണ് പറഞ്ഞത്, ഇവിടെ ടൈമാണ് എന്നർത്ഥം. പ്ലാനിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ വെൻ ക്വിക്ക് ഡിസിഷൻസ് ആർ ടു ബി ടേക്കൺ ഡ്യൂറിങ് എമർജൻസീസ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എമർജൻസി സമയത്ത് പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഇത്തരം ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സൊന്നും നമുക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചോളണം എന്ന് ഇല്ല, അത് അനുയോജ്യമാവുകയില്ല എന്നർത്ഥം. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലക്കത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൽ കുറേയധികം സ്റ്റെപ്സ് പ്രോസസ്സ് ഉണ്ട്. ആസൂത്രണ പ്രക്രിയ എന്നുള്ളൊരു ഹെഡിങ്ങാണ് ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രക്രിയകളെല്ലാം ആ പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് കുറേയധികം സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഓക്കെ, ദെൻ ആറാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായൊരു പോയിൻ്റാണ്. അതായത് അങ്ങനെ പറയാൻ കാരണം എന്താണ്, ഇത് മാത്രം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാനിങ് എല്ലായ്പ്പോഴും സക്സസ് ഉറപ്പ് നൽകുന്നില്ല. അതുപോലെ തന്നെ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഇതിൻ്റെ മറ്റൊരു ടേമാണ് ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, അതായത് സുരക്ഷിതത്വ ബോധത്തെ സംബന്ധിച്ച തെറ്റായ ധാരണ. അങ്ങനെ പറയാൻ കാരണം എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൽ പറയുന്നത് ഇതാണ്: പ്ലാനിങ് മേ ക്രിയേറ്റ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ആസൂത്രണം എന്നുള്ളത് നിലവിലുള്ളൊരു സ്ഥാപനത്തിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കിടയിൽ ഒരു തെറ്റായ ഒരു ധാരണ ഉണ്ടായിത്തീരാൻ ഇടയാക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ മാനേജേഴ്സ് ബിഗിൻ ടു അസ്യൂം ദാറ്റ് as long as plans are adhered to, there will be no problem in the working and achieving of goal. അതായത് നല്ല ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ട്, ആ ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല പ്ലാനുകൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്ലാനുകൾ ഉണ്ടായാൽ തന്നെ സ്ഥാപനം ഓട്ടോമാറ്റിക്കായിട്ട് നല്ല രീതിയിൽ തന്നെ സ്വമേധയാ അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ലക്ഷ്യങ്ങൾ നേടിയെടുത്തുകൊള്ളും, ഓട്ടോമാറ്റിക്കായിട്ട് ലക്ഷ്യങ്ങളെല്ലാം അച്ചീവ് ചെയ്തുകൊള്ളും എന്ന ഒരു തെറ്റായ മിഥ്യാധാരണ ആ സ്ഥാപനത്തിലെ മാനേജേഴ്സിൻ്റെയും സബോർഡിനേറ്റ്സിൻ്റെയും ഇടയിൽ ഉണ്ടായിത്തീരാൻ ഇടയാകുന്നു എന്നർത്ഥം. എല്ലാം പ്ലാൻ ഉണ്ടല്ലോ, ആ പ്ലാൻ അനുസരിച്ച് നടന്നുകൊള്ളും ഒരു ധാരണ ഉണ്ടായിത്തീരുന്നു എന്നർത്ഥം. ഇറ്റ് ഈസ് നോട്ട് ആൾവേസ് ട്രൂ ദാറ്റ്, ഇതെല്ലാം ഇപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. എന്ത്? ജസ്റ്റ് ബിക്കോസ് എ പ്ലാൻ ഹാസ് വർക്ക്ഡ് ഇൻ വൺ സിറ്റുവേഷൻ. പല സമയങ്ങളിൽ എന്താണ് ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ പ്ലാന് നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ നടപ്പിലായിട്ടുണ്ട്. ഇറ്റ് വിൽ ബി എഫക്റ്റീവ് ഇൻ അനദർ സിറ്റുവേഷൻ. അതേപോലെ തന്നെ അവിടെ ഈ പ്ലാനുകളും തീരുമാനങ്ങളും എല്ലാം മറ്റുള്ള സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിക്കൊള്ളും, സക്സസ്ഫുൾ ആയിക്കൊള്ളും എന്നതിന് യാതൊരു ഉറപ്പുമില്ല എന്നർത്ഥം. ദസ് അതുകൊണ്ട് തന്നെ മിയർ പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ് ടു ദി ഓർഗനൈസേഷൻ. അതായത് മിയർ ഓൺലി പ്ലാനിങ് എന്നത് മാത്രം ഒരു സ്ഥാപനത്തിൻ്റെ സക്സസ്സിന് ഗ്യാരണ്ടി നൽകുന്നില്ല. പ്ലാനിങ് ഉണ്ട് എന്ന് കരുതി ഒരു സ്ഥാപനത്തിന് സക്സസ് ഉറപ്പായും ഉണ്ടാവുമെന്ന് പറയാൻ സാധ്യമല്ല. 7th point, lack of accuracy. That means lack of accurate and reliable information and facts relating to future. അതായത് ഫ്യൂച്ചറിനെ സംബന്ധിച്ച് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കറക്റ്റ് അല്ലെങ്കിൽ വിശ്വസനീയമായ കൃത്യമായ ഇൻഫർമേഷൻസ് ലഭ്യമല്ല. അതിൻ്റെ അഭാവം എന്നുള്ളത് പ്ലാനിങ്ങിൻ്റെ ഒരു പോരായ്മയാണ്. അത് കറക്റ്റായിട്ട് ലഭ്യമല്ലെങ്കിൽ പ്ലാനിങ്ങും പരാജയപ്പെടും. റിലയബിൾ അല്ലെങ്കിൽ പ്ലാനിങ് റിലയബിൾ ആവില്ല, പ്ലാനിങ് സക്സസ് ആവില്ല. സിൻസ് നോ മാനേജർ ക്യാൻ പ്രെഡിക്റ്റ് ആക്യുറേറ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി ദ ഈവൻറ്റ്സ് ഓഫ് ഫ്യൂച്ചർ. ആ ഫ്യൂച്ചറിലെ സംഭവങ്ങളെ സംബന്ധിച്ച് ഈവൻറ്റ്സുകളെ സംബന്ധിച്ച് കൃത്യമായും കംപ്ലീറ്റായും ഒരു മാനേജർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല, ഫോർകാസ്റ്റ് ചെയ്യാൻ അതായത് പ്രവചിക്കാൻ സാധ്യമല്ല എന്നതിനാൽ
പ്ലാനിങ് മേ നോട്ട് ബി ആക്യുറേറ്റ്. പ്ലാനിങ് എന്നുള്ളതും എല്ലായ്പ്പോഴും ആക്യുറേറ്റ് ആവില്ല, റിലയബിൾ ആവില്ല എന്നർത്ഥം. ഇപ്പോൾ 7 പോയിൻറ്റുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി 8ാമത്തെ പോയിൻറ്റ് കുറച്ച് പോയിൻറ്റുകൾ ഒന്നിച്ച് പറയുകയാണ്. എക്സ്റ്റേണൽ ലിമിറ്റേഷൻസ്, അതായത് ബാഹ്യ പരിമിതികൾ. അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. ദീസ് ആർ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ലിമിറ്റ് ദ യൂട്ടിലിറ്റി ഓഫ് പ്ലാനിങ്. അതായത് പ്ലാനിങ്ങിൽ ആസൂത്രണത്തിൻ്റെ പ്രയോജനത്തെ ലിമിറ്റ് ചെയ്യുന്ന, പരിമിതപ്പെടുത്തുന്ന, കുറയ്ക്കുന്ന കുറച്ച് ബാഹ്യ ഘടകങ്ങളാണിത്. ആൻഡ് മാനേജേഴ്സ് ഹാവ് നോ കൺട്രോൾ ഓവർ സച്ച് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, ലീഗൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ ഘടകങ്ങളുടെ മേൽ മാനേജേഴ്സിന് ഒരു കൺട്രോൾ. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ ലിമിറ്റേഷൻ എന്ന് പറയാൻ കാരണം. മാനേജേഴ്സിൻ്റെ ഒരു സ്ഥാപനത്തിന് മാനേജേഴ്സിന് അതിൻ്റെ മേൽ യാതൊരു നിയന്ത്രണവുമില്ല, നിയന്ത്രിക്കാൻ സാധ്യമല്ല. അതനുസരിച്ച് പ്രവർത്തിച്ച് പ്ലാനിങ്ങിൽ മാറ്റം വരുത്തിയേ മതിയാവും. പ്ലാനിങ്ങിനനുസരിച്ച് അത് മാറ്റം വരുത്താൻ സാധ്യമല്ല എന്നർത്ഥം. അത്തരം ചില ഫാക്ടേഴ്സിന്, അതായത് പ്ലാനിങ്ങിനെ ബാധിക്കുന്ന, പ്ലാനിങ് അനുസരിച്ച് ഗോൾ അച്ചീവ് ചെയ്യാൻ സാധ്യമാവാത്ത രീതിയിൽ പ്ലാനിങ്ങിനെ സ്വാധീനിക്കുന്ന, എഫക്റ്റ് ചെയ്യുന്ന ചില ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്താ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ ചാനൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, ആ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്ന്, നാച്ചുറൽ കലാമിറ്റി, അതായത് പ്രകൃതി ദുരന്തങ്ങൾ. നമുക്കറിയാം, നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന സജീവ ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. ലേറ്റസ്റ്റ് എക്സാമ്പിളുകളുണ്ട്. പല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നാണ് പല ബിസിനസ്സിനെയും തകിട് മറിച്ചിട്ടുണ്ട്, പല ബിസിനസ്സിൻ്റെയും പ്ലാനുകളെ അത് മാറ്റിമറിച്ചിട്ടുണ്ട് എന്നർത്ഥം. ബി, ചേഞ്ച് ഇൻ കോമ്പറ്റീറ്റേഴ്സ് പോളിസീസ്, സ്ട്രാറ്റജീസ് എക്സെട്ര. കോമ്പറ്റീറ്ററുടെ പോളിസികളിലും സ്ട്രാറ്റജികളിലുമെല്ലാം ഉള്ള മാറ്റങ്ങൾ അത് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്ലാനിനെ സ്വാധീനിച്ചേക്കാം, ബാധിച്ചേക്കാം. സി, ചേഞ്ച് ഇൻ ടേസ്റ്റ് ഓർ ഫാഷൻ ആൻഡ് ട്രെൻഡ് ഇൻ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിലുള്ള, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ട്രെൻഡിലും ഫാഷനിലും ടേസ്റ്റിലേക്കുള്ള മാറ്റങ്ങൾ അത് നമ്മുടെ ബിസിനസ്സിലെ പ്ലാനിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും, നമ്മുടെ ബിസിനസ് പ്രവർത്തനത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. ഡി, ചേഞ്ച് ഇൻ ടെക്നോളജികളുടെ മാറ്റം. ആൻഡ് ഇ, ചേഞ്ച് ഇൻ ഗവൺമെൻറ് ഓർ എക്കണോമിക് പോളിസി. ഗവൺമെൻറ് തലത്തിലും അല്ലെങ്കിൽ എക്കണോമിക് തലത്തിലുമുള്ള നയങ്ങളിലുള്ള മാറ്റങ്ങൾ. ഓക്കെ, ലാസ്റ്റ് പോയിൻറ്റ്, 9th പോയിൻറ്റ്, 9ാമത്തെ പോയിൻറ്റ്, ലിമിറ്റഡ് സ്കോപ്പ്. അതായത് അതിൻ്റെ സാധുത, പ്ലാനിങ്ങിൻ്റെ സാധുത വളരെ ലിമിറ്റഡ് ആണ്. പ്ലാനിങ് ഹാസ് ലിമിറ്റഡ് സ്കോപ്പ് ബിക്കോസ് ഓർ ഡ്യൂ ടു ചേഞ്ച് ഇൻ സിറ്റുവേഷൻസ്. അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിൽ, ബിസിനസ് സിറ്റുവേഷൻസിലുള്ള മാറ്റങ്ങൾ കാരണം, അത് മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം. അത് കാരണത്താൽ പ്ലാനിങ്ങിൻ്റെ സാധുത, അതിൻ്റെ അപ്ലിക്കബിലിറ്റി വളരെ പരിമിതപ്പെട്ടതാണ്, ലിമിറ്റഡ് ആണ് എന്നർത്ഥം. ഇനി ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 2-3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഏതെങ്കിലും 2 ലിമിറ്റേഷൻസ് പ്രസ്താവിക്കുക, എഴുതാൻ. അത് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി, 2 ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദോ പ്ലാനിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് മാനേജ്മെൻറ്റ്. അതായത് പ്ലാനിങ് എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂൾ ആണെങ്കിലും, ആയുധമാണെങ്കിലും, യെറ്റ് ഇറ്റ് ഈസ് നോട്ട് എ റെമഡി ടു ഓൾ പ്രോബ്ലംസ്. അതായത് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട, ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും, പ്രോബ്ലംസിനുമുള്ള ഒരു പരിഹാരം അല്ല. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പോരായ്മകളാണ്, പ്ലാനിങ്ങിൻ്റെ പോരായ്മകളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്ത ആ പോയിൻറ്റുകളാണ് ഇവിടെ എഴുതേണ്ടത് എന്നർത്ഥം. അനദർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ദ ബിസിനസ് മാനേജേഴ്സ് നീഡ് ടു ഓവർകം. അതായത് ബിസിനസ് മാനേജർമാർക്ക് തരണം ചെയ്യേണ്ടതായ പ്ലാനിങ്ങിൻ്റെ ചില വ്യത്യസ്ത ലിമിറ്റേഷൻസ് എന്തൊക്കെയെന്ന് ചുരുക്കി വിവരിക്കുക. ഇത്തരത്തിലാണ് ഇന്നത്തെ ടോപ്പിക്കുമായി, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മിക്ക പരീക്ഷകളും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിർബന്ധമായും എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഈ ചാനൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്ത് അഭിപ്രായങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളത് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ വീഡിയോ ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ തുടർച്ചകളുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലാനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്ങിലെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, പ്ലാനിങ്ങിൻ്റെ പ്രക്രിയകൾ എന്തൊക്കെയാണെന്നാണ്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എന്ന വിശ്വാസത്തോടെ താങ്ക് യു.